ആ സിറ്റുവേഷനിൽ നിന്ന് 2 സെക്കൻഡ് മാത്രം സ്തബ്ധയായിട്ട് പിന്നീട് അവളൊരു അമ്മയായിട്ട് ഉണർന്നു മക്കളെ രക്ഷിക്കുക. കാരണം അച്ഛൻ മരിച്ചു പോയി. സോറി, ഞാൻ ഇന്നത്തെ ദിവസം പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ അപ്പൊ അത് കഴിഞ്ഞില്ല, ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് മക്കളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ മുമ്പിലുള്ളൂ. അവൾ ഓടി, അവള് കാട്ടിലൂടെ മക്കളെ കൊണ്ട് ഓടി. അതിന്റെ കഥകളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഞാൻ വിസ്തരിക്കുന്നില്ല. 3 ദിവസം ഈ കുട്ടി ഒറ്റയ്ക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. അതിനാണ് ഞാൻ അവൾക്ക് സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം അമ്മയെ അറിഞ്ഞിട്ടില്ല. അമ്മയെ ഹോട്ടൽ മുറിയിലാക്കി മക്കളെ കൂട്ടിനിരുത്തി അമ്മയുടെ ഫോൺ പിടിച്ചു വാങ്ങി എന്റെ ഫോൺ വർക്ക് ചെയ്തതിൽ നമുക്ക് പറഞ്ഞു കാണും. ഹോട്ടലിലെ TV കെട്ടിച്ചു. അമ്മയ്ക്ക് ഇന്നലോട്ട് കോഴ്സ് കൊടുക്കരുന്ന ഹോട്ടലിൽ നിർദ്ദേശിച്ചു. അമ്മയോട് പറഞ്ഞ് തീവ്രവാദികൾ ഇനിയും വരും, അതുകൊണ്ട് അമ്മ മക്കളെ നോക്കി മുറിക്കാതെ ഇരുന്നോളൂ. ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ പോയിട്ട്, അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കണമല്ലോ, അച്ഛനെ പോയിട്ട് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് മോർച്ചറിയിൽ പോയി ബോഡി തിരിച്ചറിഞ്ഞു. എല്ലാ പേപ്പറും ചെയ്തു. ഒറ്റയ്ക്ക് അച്ഛനെ ഏറ്റുവാങ്ങി. നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയിട്ട് ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് ആരോ സംസാരിക്കുമ്പോഴാണ് ഷീല ചേച്ചി രാമചന്ദ്രൻ ചേട്ടൻ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. ആ 3 ദിവസം ഈ കുട്ടി അനുഭവിച്ച സംഘർഷങ്ങളും മനപ്രയാസവും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ആ 3 ദിവസം അവൾ ഉറങ്ങിക്കാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഞാൻ ആരതിക്ക് കൊടുക്കുന്ന ഗൽനത്രി അവാർഡാണ് അവളുടെ ധൈര്യത്തിന് ആ കുടുംബത്തെ സംരക്ഷിച്ചത്. ഇത് കൂടാതെ രാമചന്ദ്രൻ ചേട്ടന്റെ പ്രിയപ്പെട്ട കാറ് നമ്മൾ രാമചന്ദ്രൻ ചേട്ടനോടും ആരതിയോടും ക്ഷീണിച്ചോടും അരവിന്ദനോടൊക്കെയുള്ള സ്നേഹ ബഹുമാനമായിട്ട് കാശ്മീർ ഞങ്ങളുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഗ്രഫീൻ കോട്ടിങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് ആരതി കൊണ്ട് നമ്മൾ റിവീൽ ചെയ്യിക്കും. അപ്പൊ എല്ലാവരെയും അങ്ങോട്ട് സ്വാഗതം. ഒരിക്കൽ കൂടി ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഒരു സഹകരണവും സ്നേഹവും കാശ്മീരിനോട് ഇനിയും കാണിക്കണം. ഒരുപാട് വണ്ടികൾ ഇവിടെ വരണം. നിങ്ങളുടെ വണ്ടികൾ മാത്രമല്ല, നിങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ വണ്ടികൾ കാശ്മീർ വിശ്വസിക്കാവുന്ന സ്ഥാപനം.